നമസ്കാരം പ്രിയമുള്ളവരെ, അങ്ങനെ കാത്തിരിപ്പുകൾ അവസാനിക്കുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ധനസഹായ വിതരണത്തിന് നാളെ തുടക്കം കുറിക്കുകയാണ്. അതായത് ക്രിസ്തുമസും പുതുവത്സരവും പ്രമാണിച്ച് സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെയാക്കുമെന്ന് അറിയിച്ചിരുന്നു. അതാണ് നാളെ മുതൽ ആരംഭിക്കുക. അതായത് നാളെ ഡിസംബർ 15 തിങ്കളാഴ്ച മുതലാണ് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 2000 രൂപ വീതമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മളുടെ സംസ്ഥാനത്തെ 63 ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും ഈ വിതരണം ഉണ്ടാവുക. സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം, അതോടൊപ്പം തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് നൽകുന്ന പെൻഷൻ സഹായം, ഇതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവർക്ക് ലഭിക്കേണ്ട പെൻഷൻ വിഹിതം, ഇതുകൂടാതെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഒരു ഗഡു കൂടി 1600 രൂപയും കൂടി വിതരണം ഉണ്ടായിരിക്കും. പെൻഷൻ വർദ്ധിപ്പിച്ച തുകയായിട്ട് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 2000 രൂപ വീതമായിരിക്കും ലഭിക്കുക. നവംബർ മാസം മുതലാണ് 2000 രൂപയാക്കി പെൻഷൻ ഉയർത്തിയത്. നവംബർ മാസത്തെ വിതരണം പൂർത്തിയായതുമാണ്. ഇനി ചിലർക്ക് കേന്ദ്ര വിഹിതം ലഭിക്കാനുണ്ട് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കാണാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർ ഒരു പ്രാവശ്യത്തെ ഗഡുവാണ് മുടങ്ങിയിട്ടുള്ളത് എങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ചിലപ്പോൾ അത് ആ സമയത്ത് തന്നെ ക്രെഡിറ്റ് ആവേണ്ടതായിരുന്നു. എന്തെങ്കിലുമൊക്കെ മറ്റ് പ്രശ്നങ്ങൾ മൂലമായിരിക്കാം അത് ലഭ്യമാകാതിരുന്നത്. അത് പക്ഷേ തുടർന്ന് വരുന്ന മാസം വിതരണം ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം. ഏതെങ്കിലും കാരണവശാൽ നമ്മളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് നിലവിൽ ആക്റ്റീവ് അല്ലാതെ മാറിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒന്ന് സ്ഥിരീകരിക്കേണ്ടതാണ്. ബാക്കിയുള്ള എല്ലാവർക്കും, അതായത് നിലവിൽ ലഭിക്കുന്ന പെൻഷൻ തുക 2000 അത് ആ രീതിയിൽ തന്നെ ഒരു മുടക്കവും കൂടാതെ എത്തിച്ചേരും. ഇനി പെൻഷൻ വിതരണം 2 രീതിയിലാണ് നടത്തപ്പെടുന്നത്. ഒന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് DBT സംവിധാനത്തിലൂടെയുള്ള വിതരണം, അതോടൊപ്പം തന്നെ മറ്റൊരു രീതി നമ്മളുടെ കൈകളിൽ തുക എത്തിക്കുന്ന സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള തുക വിതരണമായിരിക്കും ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക. നിലവിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എല്ലാ ബാങ്ക് അക്കൗണ്ടിലേക്കും തുക ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ എല്ലാ ബാങ്ക് അക്കൗണ്ടിലേക്കും, നിലവിൽ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതിൽ മണിക്കൂറുകളുടെ വ്യത്യാസം അനുഭവപ്പെടാറുണ്ട്. എങ്കിലും ഒരേ ദിവസം തന്നെയാണ് പരമാവധി എത്തിച്ചേരുക. ഇനി മറ്റൊരു രീതി നമ്മളുടെ കൈകളിലേക്ക്, അതായത് കിടപ്പുരോഗികളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ തീരെ വയ്യായികയൊക്കെ അനുഭവിക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. നിലവിൽ ആ ഓപ്ഷനിലേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള അപേക്ഷ നമ്മളുടെ പഞ്ചായത്തിൽ കൊടുത്താൽ മതി. അപ്പോൾ ആ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളുടെ സഹകരണ ബാങ്കിലേക്ക് ഈ തുക എത്തിച്ചേരുന്നു. അവിടുന്ന് ലിസ്റ്റ് അനുസരിച്ച് വീടുകളിലേക്ക് സഹകരണ ബാങ്കിൽ നിന്നും ജീവനക്കാർ ഈ ഒരു തുക കൈമാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വിതരണത്തിന് ഒരാഴ്ചത്തെ സമയമൊക്കെ എടുത്തേക്കാം. കാരണം എല്ലാ മേഖലകളിലേക്കും ജീവനക്കാർ എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ ഈ വിതരണം ഈ 15-ാം തീയതി ആരംഭിച്ച് ക്രിസ്തുമസിന് മുൻപ്, അതായത് 24-ന് മുൻപ് വിതരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. 25-ആണ് ക്രിസ്തുമസ്. അതുകൊണ്ട് തന്നെ 24-ാം തീയതിയോടെ തന്നെ വിതരണം പരമാവധി പൂർത്തീകരിക്കും. നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കുമെല്ലാം ധനസഹായം ആ സമയം കൊണ്ട് എത്തിച്ചേർന്നിരിക്കും. തിങ്കളാഴ്ച വിതരണം ആരംഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും നടപടികൾക്ക് തുടക്കമാകും. ഒരു പക്ഷേ തിങ്കളാഴ്ച തന്നെ, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ തുക എത്തിച്ചേരുന്നതുമായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നതും നല്ല കാര്യം തന്നെയാണ്. കാരണം പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചുള്ള അപ്ഡേഷനുകൾ അതിൽ കാണാൻ സാധിക്കും. ബാങ്കിലേക്ക് തുക കൈമാറുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരറിയിപ്പ് നമ്മളുടെ സ്റ്റാറ്റസിൽ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ബാങ്കിലേക്ക് തുക കൈമാറി എന്നൊക്കെയുള്ള സ്റ്റാറ്റസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. തുക കൈമാറി എന്ന സ്റ്റാറ്റസ് കാണിക്കുകയാണെങ്കിൽ തന്നെ അന്ന് തന്നെ തുക എത്തിച്ചേരുമെന്നാണ് അർത്ഥം. അത് കൃത്യമായിട്ട് ഇടയ്ക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മളുടെ പെൻഷൻ ഐഡിയോ ആധാർ നമ്പറോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം. സേവന എന്ന് ഗൂഗിൾ ക്രോമിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മളുടെ പെൻഷൻ വെബ്സൈറ്റാണ് കാണാൻ സാധിക്കുന്നത്. അതിലാണ് നമ്മളുടെ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് സ്റ്റാറ്റസ് വഴി പരിശോധിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.